വെൽക്കം ബാക്ക്. തേർഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്കാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ്. ഇതിലെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സിൽ വരുന്നതാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് is a system which plans projects both large and small by analyzing the project activities. Projects are broken into individual tasks or activities which are arranged in logical sequence. A network diagram is constructed which presents visually the relationship between all the activities involved. Time, cost and other resources are allocated to activities. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളും സൈമൾട്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ടോ അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ നടക്കുന്ന പ്രോജക്റ്റുകളുടെ ഡിസൈനിങ്, പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലും നെറ്റ്വർക്ക് അനാലിസിസ് ആണ് പൊതുവിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കമ്പനിയിൽ നടക്കുന്ന വിവിധ തരം പ്രോജക്റ്റുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷന് വേണ്ട എക്യുപ്മെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സിസ്റ്റം, മെയിൻ്റനൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രോജക്റ്റുകളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസുകളും അറേഞ്ച് ചെയ്ത് അത് മുഴുവനായി പൂർത്തീകരിക്കാൻ എത്ര സമയം എടുക്കുന്നു എന്നത് കണ്ടെത്തുന്നതാണ് നെറ്റ്വർക്ക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയിലെ ഒരു പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ മാക്സിമം എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ എടുക്കുന്നു എന്നത് കണ്ടെത്തി അതിനനുസരിച്ച് ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ അവയെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ എൻജിനീയറിംഗ് പ്രൊജക്റ്റുകൾ സാധാരണയായി രണ്ട് രീതിയിലാണ് ചെയ്യാറുള്ളത്. അതിലെ ആദ്യത്തേതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, രണ്ടാമത്തേതാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM എന്നും പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിനെ PERT അല്ലെങ്കിൽ PERT എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ രണ്ട് മെത്തേഡുകൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ റിപ്പീറ്റേറ്റീവ് ടൈപ്പ് പ്രൊജക്ട്സുകൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് വഴി ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള എസ്റ്റിമേറ്റഡ് ടൈം എത്രയാണെന്ന് ഫെയർലി ആക്യുറേറ്റ് ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എത്രത്തോളം ആക്യുറസി ഈ ഒരു പ്രൊജക്റ്റിൽ പൂർത്തീകരിക്കാൻ, എത്രത്തോളം ആക്യുറേറ്റ് ആയി പൂർത്തീകരിക്കാൻ കഴിയുമെന്നതും CPM ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയും. CPM ഈസ് എ ടെക്നിക് എംപ്ലോയ്ഡ് ടു ഷെഡ്യൂൾ ആൻഡ് കൺട്രോൾ പ്രൊജക്റ്റ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് അഥവാ PERT എന്ന് പറയുന്നത് it is used for scheduling and controlling the projects
whose activities are subjected to considerable degree of uncertainty in performance time. അതായത് ഒരു കമ്പനിയിലെ ഒരു ആക്ടിവിറ്റി അത് മുഴുവനാക്കാൻ വേണ്ട സമയത്തെക്കുറിച്ച് ഒരു അൺസെർട്ടനിറ്റി ഉണ്ടെങ്കിൽ, അതായത് നിശ്ചയമായും നമുക്ക് ഒരു തീർച്ച ഇല്ലെങ്കിൽ, ആ ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് വാല്യുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി നോൺ റിപ്പീറ്റേറ്റീവ് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് കണ്ടിന്യൂസ് ആയി ഒരു സൈക്ലിക് ആയി വരാത്ത പ്രൊജക്റ്റുകൾക്കാണ് PERT ഉപയോഗിക്കുന്നത്. ഇതിലെ ആദ്യത്തെ മെത്തേഡായ CPM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം യൂസ് ചെയ്താണ് ഒരു കമ്പനിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും സൂചിപ്പിക്കുന്നത്. ഈ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ വരുന്ന ഓരോ ടേംസും എന്താണെന്ന് അറിയണം. അതിൽ വരുന്ന ആദ്യത്തെ ടേമാണ് ആക്ടിവിറ്റി ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എ പ്രൊജക്റ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് and the project is known to be completed when all such activities are completed. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ആ പ്രൊജക്റ്റിലെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയാൽ മാത്രമാണ്. ഇതിൽ ഡിഫറെൻ്റ് ഓപ്പറേഷൻസും ഡിഫറെൻ്റായി നമ്പേർഡ് ചെയ്തിരിക്കുന്നു. ഈ നമ്പറുകൾ സർക്കിളുകൾക്കുള്ളിലാണ്, അതായത് സർക്ലിക് ഷേപ്പിനുള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സർക്കിളിനുള്ളിൽ, അതുപോലെ സർക്കിളിന് പുറത്ത് 6 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ ഓപ്പറേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് 6 ദിവസങ്ങൾക്കുള്ളിലാണ് അതിൻ്റെ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പറേഷൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അത് സർക്കിളിനുള്ളിൽ കാണിച്ചിരിക്കുന്നു. അതിന് പുറത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഓപ്പറേഷൻ ചെയ്തു തീർക്കാൻ വേണ്ട ഷെഡ്യൂൾഡ് ടൈമാണ്, അതായത് 6 days ആണ്. Pre-operations are the operations which precede the operation under consideration. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 ഓപ്പറേഷനുകളാണ്. ഒന്ന് മെഷീൻ ഫൗണ്ടേഷനും മെഷീൻ ഇൻസ്റ്റാളേഷനും. നമുക്കറിയാം, ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിന് ഒരു ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പോൾ 2 ഓപ്പറേഷനാണ് അവിടെയുള്ളത്. ഒന്ന് മെഷീൻ ഫൗണ്ടേഷനും രണ്ടാമത്തേത് മെഷീൻ ഇൻസ്റ്റാളേഷനും. ഇതിനെ 1 എന്ന് പറഞ്ഞാൽ, അതായത് സർക്കിളിനുള്ളിൽ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഫൗണ്ടേഷനാണ്. സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, മെഷീൻ ഫൗണ്ടേഷന് ശേഷം വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഇൻസ്റ്റാളേഷനാണ്. അതിനെ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ മെഷീൻ ഫൗണ്ടേഷൻ ചെയ്ത് തീർത്താൽ മാത്രമേ മെഷീൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെഷീൻ ഇൻസ്റ്റാളേഷൻ്റെ പ്രീ ഓപ്പറേഷനാണ് മെഷീൻ ഫൗണ്ടേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിനെയാണ് പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് ഓപ്പറേഷൻ്റെ പ്രീ ഓപ്പറേഷനാണ് ഫസ്റ്റ് ഓപ്പറേഷനായ മെഷീൻ ഫൗണ്ടേഷൻ. പോസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് the operations which will follow after the operation under consideration is completed. ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ മെഷീൻ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഫൗണ്ടേഷൻ്റെ പോസ്റ്റ് ഓപ്പറേഷനാണ്. മെഷീൻ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഫൗണ്ടേഷൻ്റെ പോസ്റ്റ് ഓപ്പറേഷനാണ്. കൺകറൻറ്റ് ഓപ്പറേഷൻസ്.
കൺകറൻറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ബന്ധമില്ലാത്ത രണ്ട് ഓപ്പറേഷൻസ്, അതിനെയാണ് കൺകറൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ മെഷീൻ ഫൗണ്ടേഷനും മെഷീൻ ഇൻസ്റ്റാളേഷനും തമ്മിൽ ബന്ധമുണ്ട്. അതായത് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫൗണ്ടേഷൻ തയ്യാറാക്കിയേ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് ഓപ്പറേഷൻസിനെയാണ് കൺകറൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ ഓപ്പറേഷൻ എയും അതുപോലെ ഓപ്പറേഷൻ ബിയും നമുക്ക് സൈമൾട്ടേനിയസ് ആയി ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷൻസ് ആണ്. അതായത് ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷൻസ് ആണ്. അവ തമ്മിൽ ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ എ, ഓപ്പറേഷൻ ബി എന്ന് പറയുന്നത് കൺകറൻറ്റ് ഓപ്പറേഷൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, TE എന്ന് മാർക്ക് ചെയ്യും. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് എ പർട്ടിക്കുലർ ഓപ്പറേഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ്. ഈ ഫിഗറിൽ എടുത്തു കഴിഞ്ഞാൽ ഫിഗറിൽ മാർക്ക് ചെയ്യുന്നത് സർക്കിളിനുള്ളിൽ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഓപ്പറേഷൻ. സർക്കിളിന് പുറത്ത് ലെഫ്റ്റ് സൈഡിൽ 15 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ വേണ്ട ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് അവിടെ ഒരു സ്ക്വയർ കോളത്തിനുള്ളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 15 എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഓപ്പറേഷനാണ് ഇവിടെ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്പറേഷൻ നമ്പർ 1 ആണ്. അത് ചെയ്ത് തീർക്കാൻ വേണ്ട ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. നേരെ മറിച്ച് സെക്കൻഡ് ഓപ്പറേഷൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സെക്കൻഡ് ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത്, അതായത് ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത് 10 ഡേയ്സ് ആണ്. എന്നാൽ ഫസ്റ്റ് ഓപ്പറേഷനും സെക്കൻഡ് ഓപ്പറേഷനും മുഴുവനായി ചെയ്തു തീർക്കണമെങ്കിൽ, അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓപ്പറേഷനും ചെയ്തു തീർക്കണമെങ്കിൽ അവിടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 15 + 10 ആയിരിക്കും. അതായത് 25 ഡേയ്സ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഫുൾ ഓപ്പറേഷൻ, അതായത് 1 and 2 ഫസ്റ്റ് ഓപ്പറേഷനും അതുപോലെ സെക്കൻഡ് ഓപ്പറേഷനും ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ. അവിടെ സെക്കൻഡ് ഓപ്പറേഷൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 25 ആയിരിക്കും. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ദ ഓപ്പറേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് സോ ദാറ്റ് ഷെഡ്യൂൾഡ് ഡേറ്റ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട് മേ നോട്ട് ബി ഡിലൈഡ്. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഓപ്പറേഷനും അതുപോലെ ഏറ്റവും അവസാനത്തെ ഓപ്പറേഷനും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഈക്വൽ ടു ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആയിരിക്കും. മറ്റ് ഇതിനിടയിൽ വരുന്ന ഓപ്പറേഷനുകൾക്ക്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 6 ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പറേഷനും അതുപോലെ 6th ഓപ്പറേഷനും അതിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ഈക്വൽ ആയിരിക്കും. മറ്റ് ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻ നമ്പർ 2, 3, 4 and 5, ഈ ഓപ്പറേഷൻസിന് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഫോർ ദ പോസ്റ്റ് ഓപ്പറേഷൻ മൈനസ് ടൈം റിക്വയർഡ് ഫോർ പോസ്റ്റ് ഓപ്പറേഷൻ എന്നായിരിക്കും. ഇത് മാർക്ക് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിനുള്ളിലാണ്. അതായത് സർക്ലിക് ആയി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓപ്പറേഷന് താഴെയായി, റൈറ്റ് സൈഡിൽ താഴെയായി ഒരു ട്രയാങ്കിളിനുള്ളിലാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മാർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വഴി CPM എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം വിത്ത് ദ ഗിവൺ ഡാറ്റ. ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം.
ഇവിടെ ഒരു ടേബിളിൽ ഓപ്പറേഷനും ആ ഓപ്പറേഷനുകളുടെ പ്രീ ഓപ്പറേഷൻസും കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻസ് ABCDEF എന്ന് പറഞ്ഞ് 6 ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവയുടെ പ്രീ ഓപ്പറേഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് A ആണ്. അത് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നു. A എന്ന് പറയുന്നത് ഒരു സർക്കിളിനുള്ളിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി B എന്ന് പറയുന്നത്, അതായത് ഓപ്പറേഷൻ എക്ക് പ്രീ ഓപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് A ആയിരിക്കും. ഓപ്പറേഷൻ B എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ എയിൽ നിന്ന് ആരോ വഴി B ആയിരിക്കും. ബിയുടെ പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് A ആയിരിക്കും. ഓപ്പറേഷൻസ് CDE, ഈ 3 ഓപ്പറേഷനുകളുടെയും പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് B ആയിരിക്കും. B ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം CDE എന്നിവയുടെ പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ഓപ്പറേഷനാണ്, അതായത് B ആണ്. അപ്പോൾ സിയിൽ നിന്നും ഡിയിൽ നിന്നും ഇയിൽ നിന്നും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് B ആയിരിക്കും. സോ ബിയിൽ നിന്ന് 3 ആരോസ് ഉണ്ടായിരിക്കും, CDE എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്പറേഷനായ F എടുത്തു കഴിഞ്ഞാൽ എഫിൻ്റെ പ്രീ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് CDE ആയിരിക്കും. അതിനർത്ഥം എഫ് ചെയ്ത് തീർക്കണമെങ്കിൽ, അതായത് എഫ് ചെയ്ത് അതിൻ്റെ മുന്നോടിയായി 3 ഓപ്പറേഷൻസുകളും ചെയ്ത് തീർത്താൽ മാത്രമേ CDE എന്ന് പറഞ്ഞ 3 ഓപ്പറേഷൻസുകളും ചെയ്ത് തീർത്താൽ മാത്രമേ എഫ് ചെയ്ത് തീർക്കാൻ കഴിയുകയുള്ളൂ. സോ നമുക്ക് വരയ്ക്കാം, എഫ് ആണ് ഏറ്റവും അവസാനത്തെ ഓപ്പറേഷൻ. അതിൻ്റെ 3 പ്രീ ഓപ്പറേഷൻസ് ആയ സിയിൽ നിന്നും ഡിയിൽ നിന്നും ഇയിൽ നിന്നും എഫിലേക്ക് ആരോ ഇട്ട് വരയ്ക്കാം. ഇങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഡ്രോ ദ CPM നെറ്റ്വർക്ക് ഫോർ ദ ഫോളോയിങ് ഇൻ വിച്ച് പോസ്റ്റ് ഓപ്പറേഷൻസ് ആർ ഗിവൺ. ഇവിടെ പ്രീ ഓപ്പറേഷന് പകരം പോസ്റ്റ് ഓപ്പറേഷൻസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ABCDEF എന്ന് പറഞ്ഞ് 6 ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പോസ്റ്റ് ഓപ്പറേഷൻസും തന്നിട്ടുണ്ട്. BCD എന്ന് പറഞ്ഞ പോസ്റ്റ് ഓപ്പറേഷൻസും തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് A ആണ് ഫസ്റ്റ് ഓപ്പറേഷൻ, അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ, അതായത് അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് B ആയിരിക്കും. സോ നമ്മൾ A ആണ് ആദ്യം സർക്കിളിനുള്ളിൽ വരയ്ക്കുക, അതിനുശേഷം B വരയ്ക്കും. ഇവിടെ ബിയുടെ പോസ്റ്റ് ഓപ്പറേഷൻസ് 2 ഉണ്ട്, സിയും ഡിയും. അതുകൊണ്ട് ബിയിൽ നിന്ന് സിയിലേക്കും ഡിയിലേക്കും ആരോ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് സിയുടെ പോസ്റ്റ് ഓപ്പറേഷൻസ് ആണ് E ആൻഡ് F. സോ സിയിൽ നിന്ന് നമ്മൾ ഇയിലേക്കും എഫിലേക്കും ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിയുടെ പോസ്റ്റ് ഓപ്പറേഷൻ ആണ് E എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഡിയിൽ നിന്നും നമ്മൾ ഇയിലേക്ക് ആരോ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് E എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ പോസ്റ്റ് ഓപ്പറേഷനാണ് G എന്ന് പറയുന്നത്. സോ നമ്മൾ ഇയിൽ നിന്ന് ജിയിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നു, ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് ഓപ്പറേഷനായ എഫിൽ നിന്ന് അതിൻ്റെ പോസ്റ്റ് ഓപ്പറേഷനായ ജിയിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നു. സോ എഫിൽ നിന്ന് ജിയിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 7 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതായത് ആക്ടിവിറ്റി ABCDEF ആൻഡ് G എന്ന് പറഞ്ഞ 7 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. 7 ആക്ടിവിറ്റീസിൻ്റെയും പർട്ടിക്കുലേഴ്സും തന്നിട്ടുണ്ട്. A എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് മെഷീൻ ഫൗണ്ടേഷൻ. അത്
ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അത് മെഷീൻ ഫൗണ്ടേഷൻ ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ദിവസങ്ങളാണ്. ബി ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് 15 ഡേയ്സ്, സി റിപ്പയർ ഓഫ് ഫ്ലോർ 20 ഡേയ്സ്, ഡി ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീൻ 12 ഡേയ്സ്, ഇ പ്രൊക്യൂർ വർക്ക്ഷോപ്പ് ബിൽഡിംഗ് 15 ഡേയ്സ്, എഫ് വൈറ്റ് വാഷ് 5 ഡേയ്സ് ആൻഡ് ജി ക്ലീനപ്പ് 2 ഡേയ്സ്. ഈ ആക്ടിവിറ്റികൾ ചെയ്യാൻ എടുക്കുന്ന സമയങ്ങളാണ് ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത്. ഈ ടേബിളിനനുസരിച്ച് എങ്ങനെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാം, അതായത് എത്ര ദിവസം മാക്സിമം ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്നു എന്നതും, അതുപോലെ തന്നെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. So, first of all, the activities are to be sorted out in the order of sequence of operations. Each activity is presented by the numerals. Number of days are mentioned on the left corner of circle representing the operation. So, ഇവിടെ ആക്ടിവിറ്റി എ എന്ന് പറയുന്നത് മെഷീൻ ഫൗണ്ടേഷൻ ആണ്. പക്ഷേ മെഷീൻ ഫൗണ്ടേഷന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്ക്ഷോപ്പ് ബിൽഡിംഗ് വാങ്ങുക അല്ലെങ്കിൽ എടുക്കുക എന്നത്. സോ ഈ എന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് ആദ്യം ചെയ്യേണ്ട ആക്ടിവിറ്റി. വർക്ക്ഷോപ്പ് ബിൽഡിംഗ് പ്രൊക്യൂർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ ആക്ടിവിറ്റി ആയി വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷനായി അല്ലെങ്കിൽ ആക്ടിവിറ്റിയായി ആദ്യത്തെ ആക്ടിവിറ്റിയായി മാർക്ക് ചെയ്തിരിക്കുന്നത് ഇ ആണ്. ഈ ചെയ്തു തീർക്കാൻ വേണ്ട സമയം, ആദ്യത്തെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇ ആണ്. ഇ എന്ന് പറയുന്നത് പ്രൊക്യൂർ വർക്ക്ഷോപ്പ് ബിൽഡിംഗ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. സോ ഈ ഒരു സീക്വൻസിൽ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെഷീൻ ഫൗണ്ടേഷൻ ആയിരിക്കും. മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി എ ആണ്, which will be completed in 10 days. So സെക്കൻഡ് ആക്ടിവിറ്റി ആയി എ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 10 ദിവസത്തിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺകറൻറ്റ് ഓപ്പറേഷൻസും ഇതോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. മെഷീൻ ഫൗണ്ടേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഇലക്ട്രിക് ഫിറ്റിംഗ്. കമ്പനി ഫ്ലോറിലെ ഇലക്ട്രിക് ഫിറ്റിങ്ങും നമുക്ക് അതോടൊപ്പം തന്നെ അതിന് തടസ്സം വരാത്ത, അതായത് മെഷീൻ ഫൗണ്ടേഷന് തടസ്സം വരാത്ത രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ആക്ടിവിറ്റിയാണ് ഇലക്ട്രിക് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത് കൺകറൻറ്റ് ഓപ്പറേഷൻസ് ആണ്. അതുകാരണം തന്നെ തേർഡ് ആക്ടിവിറ്റിയായി ആക്ടിവിറ്റി ബി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതായത് ഇലക്ട്രിക് ഫിറ്റിംഗ്. ഇത് ചെയ്തു തീർക്കുന്നത് 15 ഡേയ്സിലാണ്. സോ ആക്ടിവിറ്റി എയുടെയും ആക്ടിവിറ്റി ബിയുടെയും പ്രീ ഓപ്പറേഷനാണ് ആക്ടിവിറ്റി ഇ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എ എടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഫൗണ്ടേഷന് ശേഷം നമുക്ക് ചെയ്യാവുന്ന അടുത്ത ആക്ടിവിറ്റിയാണ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നത്. സോ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി വിൽ ബി ഡി എന്നുള്ളതായിരിക്കും അടുത്ത ആക്ടിവിറ്റി. മെഷീൻ ഫൗണ്ടേഷന് ശേഷം വരുന്ന ആക്ടിവിറ്റിയാണ് മെഷീൻ ഇൻസ്റ്റാളേഷൻ. ഇത് 12 ദിവസങ്ങളാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ കൺകറൻറ്റ് ഓപ്പറേഷനായി ഇലക്ട്രിക് ഫിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ആക്ടിവിറ്റി എഫ്, അതായത് വൈറ്റ് വാഷ് എന്ന് പറയുന്നത്. സോ നമ്മൾ 5th ആക്ടിവിറ്റിയായി വൈറ്റ് വാഷ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് 5 ഡേയ്സ് ആണ്. ഇലക്ട്രിക് ഫിറ്റിങ്ങിന് ശേഷം അല്ലെങ്കിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചെയ്യാവുന്ന നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ഫ്ലോർ റിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ വേണ്ടി ഫ്ലോർ യൂസ് ചെയ്തു, അവിടെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു. അടുത്തത് ചെയ്യേണ്ടത്
റിപ്പയർ ഓഫ് ഫ്ലോർ ആണ്. ഇതായിരിക്കും നെക്സ്റ്റ് ആക്ടിവിറ്റി. ഇതിന് ആവശ്യമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് 20 ആണ്. സോ 6th ആക്ടിവിറ്റി വിൽ ബി ദ റിപ്പയർ ഓഫ് ഫ്ലോർ. 7th ആൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്ലീനപ്പ് ആണ്. വൈറ്റ് വാഷിന് ശേഷവും അതുപോലെ തന്നെ ഫ്ലോർ റിപ്പയർ ചെയ്തതിന് ശേഷവും നമുക്ക് ചെയ്യേണ്ടതായ കാര്യം എന്ന് പറയുന്നത് ക്ലീനപ്പ് ആണ്. ഇതിന് 2 ദിവസങ്ങളാണ് എടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസാനത്തെ ആക്ടിവിറ്റി. സോ 7 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം രീതിയിൽ വരച്ചു. ഇങ്ങനെ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമുമാണ്. ഇവ ഓരോ ഓപ്പറേഷനും പ്രത്യേകമായി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 15 days തന്നെയായിരിക്കും. കാരണം അതിന് മുന്നേ മറ്റൊരു ആക്ടിവിറ്റി ഇല്ലാത്തത് കാരണം 15 days തന്നെയായിരിക്കും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു സ്ക്വയർ ബോക്സിൽ അടയാളപ്പെടുത്തി. സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 15 + 10 ആയിരിക്കും. സോ 25 ആയിരിക്കും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. തേർഡ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 15 + 15 ആയിരിക്കും. സോ 30 ആയിരിക്കും തേർഡ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഫോർത്ത് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 25 + 12 ആയിരിക്കും. ഫോർത്ത് ആക്ടിവിറ്റിയുടെ ഷെഡ്യൂൾഡ് ടൈമായ 12 അതുവരെ എടുത്ത ദിവസങ്ങൾ, അതായത് 25 ഡേയ്സ് ആണ് 1 and 2 രണ്ട് ആക്ടിവിറ്റീസും ചെയ്തു തീർക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 25 days ആണ്. അതോടൊപ്പം ഫോർത്ത് ആക്ടിവിറ്റിയുടെ ഷെഡ്യൂൾഡ് ടൈമും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 37 days. അത് നമ്മൾ സ്ക്വയർ ബോക്സിൽ രേഖപ്പെടുത്തി. ഫിഫ്ത്ത് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 30 + 5 ആയിരിക്കും. സോ 35 ആയിരിക്കും ഫിഫ്ത്ത് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. സിക്സ്ത് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ 37 + 20 ആയിരിക്കും സിക്സ്ത് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. സോ 57 ആയിരിക്കും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ആക്ടിവിറ്റിക്ക് ശേഷവും അതുപോലെ സിക്സ്ത് ആക്ടിവിറ്റിക്ക് ശേഷവും വരുന്ന ആക്ടിവിറ്റിയാണ് സെവൻത്ത് ആക്ടിവിറ്റി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം TE7, അതായത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് സെവൻത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. അതായത് 57 + 2 which is equal to 59 or 35 + 2 which is equal to 37. ഇതിലെ മാക്സിമം ആയ 59 ആണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ സെവൻത്ത് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 59 ആയിരിക്കും. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കണ്ടുപിടിക്കുന്നത് ലാസ്റ്റ് ആക്ടിവിറ്റി മുതൽ ഫസ്റ്റ് ആക്ടിവിറ്റി വരെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കണ്ടുപിടിച്ചത്
ഫസ്റ്റ് ആക്ടിവിറ്റി മുതൽ ലാസ്റ്റ് ആക്ടിവിറ്റി വരെ കൺസിഡർ ചെയ്തിട്ടാണ്. അത് നേരെ വിപരീതമായി, അതായത് 7th ആക്ടിവിറ്റി മുതൽ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്കാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ആക്ടിവിറ്റിയുടെയും അതുപോലെ ലാസ്റ്റ് ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഈക്വൽ ആയിരിക്കും. സോ 7th ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം തന്നെയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 59. സോ നമ്മളതൊരു ട്രയാങ്കിളിനുള്ളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ 7th ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 59 ആണ്. ദെൻ 6th ആക്ടിവിറ്റി എടുക്കുമ്പോൾ 59 മൈനസ് 7th ആക്ടിവിറ്റിയുടെ ഷെഡ്യൂൾഡ് ടൈമായ 2. സോ 59 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 57. 6th ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 57 ആയിരിക്കും. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായി 5th ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 59 മൈനസ് 2 തന്നെയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 57. അതൊരു ട്രയാങ്കിളിൽ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ 4th ആക്ടിവിറ്റി 57 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 37. ആൻഡ് 3rd ആക്ടിവിറ്റിയുടെ 57 മൈനസ് 5 സോ 52. 2nd ആക്ടിവിറ്റിയുടെ 37 മൈനസ് 12 വിച്ച് ഈസ് ഈക്വൽ ടു 25. ആൻഡ് ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. സോ 15 തന്നെ ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഇതിലെ ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളതാണ്. ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ 1, 2, 4, 6, 7 എന്ന പാത്തുമുണ്ട്, അതുപോലെ 1, 3, 5, 7 എന്ന പാത്തും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് പാത്തായ 1, 2, 4, 6, 7ൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 59 ഡേയ്സ് ആണ്. 59 ഡേയ്സ് ആണ് 1, 2, 4, 6, 7ൻ്റെ ഡ്യൂറേഷൻ. പക്ഷേ 1, 3, 5, 7 എന്ന് പറയുന്നതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 37 ഡേയ്സ് ആണ്. 37 ഡേയ്സ് ആണ് 1, 3, 5, 7 എന്ന് പറയുന്ന പാത്തിൻ്റെ ഡ്യൂറേഷൻ, ടോട്ടൽ ഡ്യൂറേഷൻ. സോ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ ആയ 59 ആയിരിക്കും ഇതിലെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെഷീൻ ഫൗണ്ടേഷൻ, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ബിൽഡിംഗ് മുതൽ മെഷീൻ ഫൗണ്ടേഷൻ ഇൻസ്റ്റാളേഷൻ, ഒരു കമ്പനിയിലെ വർക്ക് ചെയ്ത് തീർക്കേണ്ട ടോട്ടൽ ടൈം, അതായത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 59 ഡേയ്സ് ആയിരിക്കും. ഇവിടെ മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. ഏത് പാത്തിലെ ആക്ടിവിറ്റീസിലാണോ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഈക്വൽ ആയിട്ടുള്ളത് ആയിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ 1, 2, 4, 6, 7 മുതലായ ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ഈക്വൽ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് 1, 3, 5, 7 എന്ന് പറയുമ്പോൾ അതിലെ 3rd ആക്ടിവിറ്റിയും അതുപോലെ 5th ആക്ടിവിറ്റിയുടെയും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ
ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും ഡിഫറൻ്റ് ആണ്. സോ അതായിരിക്കില്ല ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1, 2, 4, 6, 7 ആയിരിക്കും. ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 59 ഡേയ്സ് ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ ഉപയോഗിച്ച് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM ഉപയോഗിച്ച് പ്രോജക്റ്റ് ഡ്യൂറേഷൻ കണ്ടെത്തുന്നത്.